വിജയകുമാർ, ഇലക്ഷൻ സ്റ്റണ്ട്. വിജയകുമാറിന്റെ കൈ ചീത്തയായി പോകുന്ന പല ആൾക്കാരും പറയുന്നില്ല. നല്ല കാര്യത്തിന്റെ കരുത്തുള്ള കൈകളാണ്. എന്തായാലും എടുത്തു പറഞ്ഞത് നന്നായി. അതായത് നമ്മള് 40 ദിവസം കൂടിയുണ്ട്. 40 ദിവസം, 40 ഡേയ്സ്. കൃത്യമായി പറഞ്ഞാൽ 40 ദിവസം പോളിംഗ് ബൂത്തിലേക്ക് 26-ാം തീയതി അല്ലെ? ഏപ്രിൽ 26-ന് നമ്മൾ പോളിംഗ് ബൂത്തിലേക്ക് പോകും. ജൂൺ 4-ാം തീയതി നമ്മൾ നടത്തും. വിധി ദിനം നമ്മൾ പൊളിക്കും. അത് പണ്ടേ നമ്മൾ പൊളിച്ചതാ അല്ലേ? വോട്ട് ഇടുന്ന ദിവസം നമ്മൾ പൊളിക്കും. ഇനിയിപ്പോ എല്ലാ ദിവസവും നമ്മൾ പൊളിക്കും. പൊളിക്കുന്നതോടെ പൊളിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർ, 1 മണിക്കൂർ ദൈർഘ്യത്തിൽ പോകുന്ന പരിപാടി തുടങ്ങുകയാണ്. ഇലക്ഷൻ സ്റ്റാൻഡ്. നിങ്ങൾക്കറിയാം, ഇലക്ഷൻ സ്റ്റണ്ട് എന്ന് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കേൾക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ പരിപാടിയിൽ ഉണ്ടാകും. അപ്പോൾ നമുക്ക് തുടങ്ങാം ഇലക്ഷൻ സ്റ്റണ്ട്. വിജയകുമാർ, ഇന്ന് ചില അപ്രതീക്ഷിതമായ സ്ഥാനാർത്ഥികളൊക്കെ രംഗപ്രവേശനം ചെയ്യുന്ന കണ്ടു. പേരുകൾ ഔദ്യോഗികമായി ബിജെപിയുടെ ലിസ്റ്റിൽ വരാനിരിക്കുന്നതേ ഉള്ളൂ, അല്ലെ കോൺഗ്രസിന്റെ ലിസ്റ്റിലും വരാനിരിക്കുന്നതേ ഉള്ളൂ. പട്ടാളക്കാരന്റെ പണിയായിരുന്നു. ചില മേജർ പോരാട്ടങ്ങൾ നടക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അത് എറണാകുളത്താണ് ഒരു മേജർ പോരാട്ടം. മാത്രമല്ല, മേജർ രവി ഒരു വാണിംഗ് കൊടുത്തിട്ടുണ്ട്. എവിടെയും മത്സരിച്ചു കളഞ്ഞു. പാർട്ടി പറഞ്ഞാൽ എവിടെയും മത്സരിച്ചു കളഞ്ഞു. അതൊരു ഭീഷണി പോലെ തോന്നി. ഓക്കെ, താങ്കൾ മേജർ രവി മത്സരിക്കുക. നമുക്ക് തീർച്ചയായിട്ടും മാധ്യമക്കാർക്ക് എപ്പോഴും സൗഹൃദമുള്ള ഒരാൾ കൂടിയാണ് അദ്ദേഹം. നമ്മുടെ ആൾക്കാരെ കാർഗിൽ കൊണ്ടുപോയ ആളാണ്. മേജർ രവി വരിക അല്ലേ? കൊല്ലത്തേക്കാരായിരിക്കും. അത് കൊല്ലത്ത് കുമ്മനം രാജശേഖരന്റെ പേര് കേൾക്കുന്നുണ്ട്. അതുപോലെ അവിടെ നേരത്തെ മത്സരിച്ച, നിയമസഭയിലൊക്കെ മത്സരിച്ച ഗോപകുമാറിന്റെ പേര് കേൾക്കുന്നുണ്ട്. എനിക്കൊരു സംശയം വിജയകുമാർ, അതായത് ഇപ്പൊ തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞല്ലോ, ഇലക്ഷൻ കമ്മീഷൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. ഇനി കുറച്ച് ദിവസങ്ങൾ, 40 ദിവസം മാത്രം. എന്നിട്ടും ആളായില്ലല്ലോ. ഒരു 3-4 സീറ്റുകൾ ബിജെപി ബാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ പറയുമ്പോഴും വയനാട്ടിൽ രാഹുൽ ഗാന്ധിയെ നേരിടാൻ ബിജെപി ആരെ ഇറക്കുമെന്നതിൽ ഒരു സൂചനയുമില്ല. അത് ഒരു സർപ്രൈസ് വെച്ചിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട് ബിജെപി. നാഷണൽ ലീഡർ അറിയാൻ പറ്റില്ല. ചിലപ്പോ വയനാട് ആയതുകൊണ്ട് ചില ഇറങ്ങാൻ സാധ്യതയുണ്ട്. അതിനിടയ്ക്ക് ഒരു കോളേജ് വിദ്യാഭ്യാസം വന്നിറങ്ങിയിട്ടുണ്ടല്ലോ. ഒരു കോളേജ് വിദ്യാഭ്യാസം, അതായത് നമ്മുടെ മുൻ പ്രിൻസിപ്പൽ വിക്ടോറിയ കോളേജിലെ വിക്ടോറിയ കോളേജിലെ മുൻ പ്രിൻസിപ്പൽ. അപ്പൊ അത് നന്നായി. ഒരു അക്കാഡമിഷൻ വരട്ടെ, അല്ലെ? കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ബിന്ദു ടീച്ചറിന് മാത്രമല്ലല്ലോ, അതെ, PhD ഉള്ള ആൾക്കാർ വേറെ ഉണ്ടല്ലോ. ഒക്കെ വരട്ടെ. അപ്പൊ എന്തായാലും രാഹുൽ ഗാന്ധിയും ആനി രാജയും മത്സരിക്കുന്ന വയനാട്ടിൽ BJP ആരെ തീരുമാനിക്കുമെന്നത് ഏറ്റവും പ്രസക്തമായ ചോദ്യമാണ്. ഓർക്കാപ്പുറത്ത് ഡൽഹിയിൽ നിന്നൊരു നേതാവ് ഇറങ്ങിയാലും അത്ഭുതമില്ല എന്ന രീതിയിലാണ് വാർത്തകൾ പ്രചരിക്കുന്നത്. ഈ സസ്പെൻസ് തീരാൻ എത്ര ദിവസം ബാക്കിയുണ്ടെന്ന് നമുക്കറിയില്ല, അല്ലേ? അതെ. ബിജെപിയുടെ 3ാമത്തെ ലിസ്റ്റ് ഇന്നലെ നാളെ ഉണ്ടാകുമെന്നാണ് ഡൽഹി റിപ്പോർട്ടുകളൊക്കെ. മറ്റേ കാര്യം എന്തായി? പ്രധാനമന്ത്രി ദക്ഷിണേന്ത്യയിൽ കൂടി മത്സരിക്കുമെന്ന് പറയുന്നത്. തമിഴ്നാട് ഇങ്ങനെ തൊടാതെ വെച്ചിരിക്കുകയാണ്. മത്സരിക്കൂ. കന്യാകുമാരി, രാമനാഥപുരം ഒക്കെ കേൾക്കുന്നുണ്ട്. അത് BJP തള്ളുന്നുമില്ല, കൊള്ളുന്നുമില്ല. തള്ളാതെയും കൊള്ളാതെയും നടക്കുകയാണ്. അപ്പൊ എന്തായാലും പ്രധാനമന്ത്രി വരുന്നെങ്കിലും നമുക്ക് സന്തോഷം. കാരണം ദക്ഷിണേന്ത്യ ഒന്നുകൂടെ ചൂട് പിടിക്കും. അപ്പൊ ഒരുപാട് ചൂടുണ്ടെങ്കിലേ നമുക്ക് ഈ വാർത്തകൾ പറയാനും ഒരു ചൂടുണ്ടാവൂ. അപ്പോൾ നമ്മൾ ഇനിയും കാത്തിരിക്കുകയാണ് നമ്മുടെ വലിയ അക്ഷരത്തിലിടുന്ന വലിയ ആളുകളെ, അല്ലേ? ഓക്കെ, ഡൽഹിയിൽ നിന്നൊക്കെ വലിയ നേതാക്കന്മാർ ഇറങ്ങട്ടെ. കേരളം ഒന്ന് ചൂടാക്കട്ടെ. ദേശീയ രാഷ്ട്രീയത്തിലും ദേശീയ ടെലിവിഷൻ സ്ക്രീനിലും കേരളം വളരെ തിളങ്ങട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. അപ്പൊ നമുക്ക് ആ ചൂടുള്ള ആദ്യത്തെ വാർത്തയിലേക്ക് പോയാലോ? ഇലക്ഷൻ ഹോട്ട്. അപ്പോൾ ഇലക്ഷൻ ഹോട്ടിലെ ഇന്നത്തെ പ്രധാനപ്പെട്ട റിപ്പോർട്ട്, കണ്ണൂർ മൊറാഴയിലെ വൈദികം റിസോർട്ട് കേന്ദ്രീകരിച്ച് വീണ്ടും രാഷ്ട്രീയ വിവാദം കൊഴുക്കുന്നു എന്നത് തന്നെയാണ്. CPM BJP അന്തർധാര എന്ന കോൺഗ്രസ് ആരോപണത്തിന്റെ കേന്ദ്ര ബിന്ദുവാണ് LDF കൺവീനർ EP ജയരാജന്റെ കുടുംബത്തിന് മുഖ്യ ഓഹരി പങ്കാളിത്തമുള്ള വൈദികം റിസോർട്ട്. കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരന്റെ നിരാമയ റിട്രീറ്റ്സ് ആണ് വൈദികത്തിലെ ആയുർവേദ ചികിത്സയുടെ നിലവിലെ നടത്തിപ്പുകാർ എന്നത് ഈ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ ആഴവും പരപ്പും കൂട്ടുന്നു. EP ജയരാജനും രാജീവ് ചന്ദ്രശേഖറും ആരോപണങ്ങൾ പൂർണ്ണമായും നിഷേധിച്ചു. പക്ഷേ പ്രതിപക്ഷം വെറുതെ വിടാൻ തയ്യാറല്ല. തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുമ്പോൾ EP ജയരാജനെ പ്രതിരോധത്തിലാക്കിയ ദല്ലാൾ നന്ദകുമാറിന്റെ പരാമർശങ്ങളും CPIM-ന് തലവേദനയായി. LDF-ഉം BJP-യും തമ്മിലാണ് മത്സരമെന്ന EP-യുടെ പ്രസ്താവന ഇന്ന് വളരെ ചർച്ച ചെയ്യപ്പെട്ട ദിവസം കൂടിയാണ്. ഈ തെരഞ്ഞെടുപ്പിലെ ആദ്യത്തെ പ്രധാന രാഷ്ട്രീയ വിവാദത്തിന് തിരികൊളുത്തിയത് LDF കൺവീനർ EP ജയരാജൻ. പാർട്ടി തള്ളിപ്പറഞ്ഞതോടെ പറഞ്ഞത് EP ജയരാജന് വിഴുങ്ങേണ്ടി വന്നു എന്നു മാത്രമല്ല, വൈദേകം റിസോർട്ട് വഴി ഇക്കാര്യം ബൂമറാങ് പോലെ EP-യിലേക്ക് തന്നെ തിരിച്ചെത്തി. സംസ്ഥാനത്ത് മത്സരം LDF-ഉം BJP-യും തമ്മിലെന്നായിരുന്നു EP ജയരാജന്റെ പരാമർശം. BJP-ക്ക് മികച്ച സ്ഥാനാർത്ഥികളുണ്ടെന്നും EP-യുടെ വെളിപാട്. പരാമർശം ഒടുവിൽ ചെന്നെത്തിയത് വൈദികം റിസോർട്ടിൽ. വൈദികത്തിന്റെ മുഖ്യ ഉപദേഷ്ടാവ് EP ജയരാജൻ, ഭാര്യയ്ക്കും മകനും ഓഹരി പങ്കാളിത്തം. വൈദികം റിസോർട്ടും തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥിയും
കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖറിന്റെ കമ്പനിയുടെ നിയന്ത്രണത്തിലുള്ള നിരാമയ റിട്രീറ്റും തമ്മിലുള്ള കരാർ ചൂണ്ടിക്കാട്ടി ബിസിനസ് പങ്കാളിത്ത ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. കേരളത്തെ മുടിപ്പിച്ച സർക്കാരാണ്, തകർത്ത് തരിപ്പണമാക്കി വെച്ചിരിക്കുന്ന സർക്കാരാണ്. അതെല്ലാം ഞങ്ങൾ ചർച്ച ചെയ്യും. CPM നേതാക്കൾ ഇപ്പോൾ BJPയുമായി ബിസിനസ് പാർട്ണർഷിപ്പ് തുടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ടല്ലേ LDF കൺവീനർ വന്ന് പറയുന്നത് BJPയുടെ സ്ഥാനാർത്ഥികൾ നല്ല സ്ഥാനാർത്ഥികളാണ്. ഒരുപാട് പേര് 2ാം സ്ഥാനത്ത് വരും. BJPക്ക് കേരളത്തിൽ ഇല്ലാത്ത സ്പേസ് CPM നേതാക്കൾ ഉണ്ടാക്കി കൊടുക്കുന്നത് പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരമാണ്. BJP നേതാക്കളും CPM നേതാക്കന്മാരും തമ്മിൽ അന്തർധാര എന്നുള്ള വാക്ക് ഇനി പറയണ്ട. അവര് ഒരുമിച്ചാണ്, ഒക്കെ ചങ്ങാതിമാരാണ്. കരാറുണ്ടെന്ന് സമ്മതിക്കുന്ന EP-യുടെ വിശദീകരണം ഇങ്ങനെ: വൈദികത്തിന് നടത്തിപ്പല്ല, അവിടുത്തെ ചികിത്സ, അതായത് അവരെ ഏൽപ്പിച്ചാൽ അവർ ഡോക്ടർമാർ, നഴ്സുമാർ, ചികിത്സ എല്ലാം അവർ നടത്തും. അതിനനുസരിച്ച് അവർക്ക് കമ്പനി അവർക്ക് അതിൻ്റെ ചികിത്സിച്ച് ലഭ്യമാകുന്നതിൻ്റെ ഒരു വീതം അവർക്ക് കൊടുക്കണം. അത്ര തന്നെ. അതൊരു എഗ്രിമെൻ്റാണ്. അവർ ഇതുപോലെ പല സ്ഥാപനങ്ങളും നടത്തുന്നുണ്ട്. ഇവിടെ കേരളത്തിൽ തന്നെ എനിക്ക് തോന്നുന്നത് ഏതെല്ലാം സ്ഥാപനങ്ങളുണ്ട്. EP ജയരാജന് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിന്റെ കമ്പനിയായ നിരന്മയ റിട്രീറ്റ്സ്, EP ജയരാജന്റെ കുടുംബാംഗങ്ങൾക്ക് പങ്കാളിത്തമുള്ള വൈദേകം ആയുർവേദ റിസോർട്ടും തമ്മിൽ ഒരു മാനേജ്മെന്റ് കോൺട്രാക്റ്റ് ഉണ്ട്. അതിന് ബിസിനസ് പാർട്ട്ണർഷിപ്പ് എന്നും പറയും. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ഈ നിരന്മയ റിസോർട്ടിൻ്റെ അധികാരികളുമായി ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം ഉൾപ്പെടെയുള്ള ധാരാളം തെളിവുകൾ ഇത് സംബന്ധിച്ച് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ പിന്നെ കുടുംബാംഗങ്ങളെല്ലാം ഇൻവോൾവ് ആയതുകൊണ്ടാണ് ആ ചിത്രം ഇപ്പോൾ പുറത്തുവിടാത്തത്. അപ്പോൾ ഇനി അതുമായിട്ട് തർക്കിച്ചപ്പോൾ അപ്പോൾ നമ്മൾ പറഞ്ഞ പോയിന്റ് എന്താ, പണ്ട് അന്തർധാര മാത്രമായിരുന്നു CPMഉം BJPയും തമ്മിൽ. ഇപ്പോൾ അന്തർധാരയൊക്കെ കടന്ന് പരസ്പരം ബിസിനസ് ഒരുമിച്ച് നടത്താൻ വേണ്ടിയിട്ടുള്ള, പാർട്ട്ണർഷിപ്പ് നടത്താൻ വേണ്ടിയിട്ടുള്ള അതിലേക്ക് ബന്ധങ്ങൾ വളർന്നിരിക്കുന്നു. EP ജയരാജനെ ഇതുവരെ കണ്ടിട്ടില്ലെന്ന് രാജീവ് ചന്ദ്രശേഖർ. ഞാൻ EP ജയരാജനെ ആദ്യം ഇതുവരെ കണ്ടിട്ടുമില്ല. എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു കണക്ഷനും ഇല്ല. ഇത് സതീശൻ ജിയുടെയും കോൺഗ്രസിൻ്റെയും തലയിൽ അങ്ങനെ ഓരോരോ സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ അവർ മുമ്പോട്ട് പോകട്ടെ. ഇവർക്ക് വേറെ പണിയൊന്നുമില്ല. ഇവർക്കിപ്പോൾ ഈ വികസനത്തെ പറ്റിയൊന്നും പറയാനില്ലേ? കോൺഗ്രസിന് പുരോഗതിനെ പറ്റിയൊന്നും പറയാനില്ല. ഇല്ല. അതുകൊണ്ട് ഓരോന്നിങ്ങനെ ഉണ്ടാക്കുക. 3 ദിവസം മുമ്പേ CAനെ പറ്റിയൊരു നുണ, ഇന്ന് ഇത് നുണ, നാളെ വേറൊരു നുണ. 2014 നുണ കേട്ടു, 19 നുണ കേട്ടു, 24 നുണ കേൾക്കും. അവർ 0 സീറ്റ് എത്തണം വരെ ആ നുണേന്റെ രാഷ്ട്രീയം കണ്ടിന്യൂ ചെയ്യും. അത്രയേ ഉള്ളൂ. പത്മജ വേണുഗോപാലിനെയും ദീപ്തി മേരി വർഗീസിനെയും ഇടതുപാളയത്തിലെത്തിക്കാൻ EP ജയരാജനായി ഇടനില നിന്നുവെന്ന് വിവാദ ദല്ലാൾ നന്ദകുമാർ വെളിപ്പെടുത്തിയിരുന്നു. എന്നെ അറിയില്ലെന്നാണ് പറഞ്ഞത്. ദല്ലാൾ നന്ദകുമാറിനെ അറിയില്ലെന്നാണ് പറഞ്ഞത്. ദല്ലാൾ നന്ദകുമാറിനെ അറിയില്ല, അങ്ങനെ ഒരു പേര് എനിക്കില്ല. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ശരിയായിരിക്കും. എന്നെ അങ്ങനെയല്ല, എന്നെ കുമാറെന്ന് അദ്ദേഹം വിളിക്കുന്നത്. അങ്ങനെ അറിയില്ലെന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. ഞാൻ കണ്ടത് അദ്ദേഹത്തെ അറിയാല്ല. ഇവിടെ ഒരു കലണ്ടർ അവിടെ തൂങ്ങിക്കിടപ്പുണ്ട്, ഈ അമ്പലത്തിൻ്റെ അപ്പുറത്ത് കിടപ്പുണ്ട്. അങ്ങനെ ഇവിടെ വന്നതിൻ്റെ മനസ്സിലായില്ലേ? അപ്പോൾ എന്തുമില്ലെങ്കിൽ വരില്ലല്ലോ. അതെനിക്കറിയില്ല. അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം. ഞാൻ അദ്ദേഹത്തോട് ഒരുമിച്ചാണെങ്കിൽ ആ ചോദ്യത്തിന് ഞാനും അദ്ദേഹം ആൻസർ പറയാൻ മതി. അദ്ദേഹം വേറെ സ്ഥലത്തിരുന്ന് പറഞ്ഞു, ഞാൻ മറ്റൊരു സ്ഥലത്തിരുന്ന് പറയണം. ഞാനെങ്ങനെ പറയും അറിയില്ലെന്ന് പറഞ്ഞു? അദ്ദേഹം ക്ഷണിച്ചിട്ടില്ല, അവർ കാണാമെന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ല, ദീപ്തി മേരി വർഗീസിനെ അദ്ദേഹം ക്ഷണിച്ചിട്ടില്ല, അദ്ദേഹത്തെ കാണാമെന്നാണ്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ അന്ന് അദ്ദേഹം താമസിക്കുന്ന വീട്ടിൽ വന്നാണ് കണ്ടത്. അല്ല, ഒരിക്കൽ വന്നിരുന്നു അന്ന് ഭക്ഷണം കഴിഞ്ഞ വർഷത്തെ ഉത്സവ സമയത്ത്. അതിനുശേഷം വന്നിട്ടില്ല. ദല്ലാൾ നന്ദകുമാറിനെ അറിയുകയില്ല എന്നാണ് EP-യുടെ പുതിയ വാദം. എന്നാൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ജനകീയ പ്രതിരോധ ജാഥ പുരോഗമിക്കവേ കലഹിച്ചു മാറി നിന്ന EP ഇതിനിടെ കൊച്ചിയിൽ വരെ യാത്ര ചെയ്തു. ഇതേ നന്ദകുമാറിന്റെ മാതാവിന്റെ പിറന്നാൾ ദിനത്തിൽ പൊന്നാട അണിയിക്കാൻ. സംസ്ഥാനത്തെ മത്സരം LDFും BJPയും തമ്മിലെന്ന പരാമർശം മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും തള്ളിയതോടെ EP-ക്ക് മലക്കം മറിയേണ്ടി വന്നു. ജാഗ്രതയ്ക്കായുള്ള സന്ദേശമെന്നാണ് പുതിയ ക്യാപ്സ്യൂൾ. UDFന് കെണിയൊരുക്കാൻ പോയി കുരുക്കിലായത് EP തന്നെ. അവഗണനയുടെ അമർഷം പലതവണ പരസ്യമാക്കിയ EP സ്വന്തം നിലയ്ക്ക് സൃഷ്ടിക്കുന്ന വിവാദങ്ങളെ പ്രതിരോധിക്കാൻ പാർട്ടി ഇതുവരെയൊട്ട് സന്നദ്ധമായിട്ടില്ലതാനും. സജോ ദേവസ്യാം, 24 കണ്ണൂർ.
എന്തായാലും ബഹു കേമമാണ് അദ്ദേഹത്തിന്റെ വാ തുറന്ന കുറെ കാര്യങ്ങൾ കേൾക്കാം. തെരഞ്ഞെടുപ്പ് കളത്തിൽ ഇപ്പൊ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക, കളം നിറഞ്ഞ ആടത്തെ. രാജു പി ഐസക് പറയുന്ന ഒരു കാര്യം വിജയകുമാർ, ഈ പരിപാടിയുടെ പേരൊന്ന് മാറ്റിയിട്ട് ഇലക്ഷൻ ബോണ്ടെന്നാക്കിയാലോ? ബോണ്ട് ഉണ്ടല്ലോ നമ്മൾ തമ്മിൽ അല്ലേ? ഓക്കെ, പ്രേക്ഷകരുമായിട്ട് നമുക്ക് ബോണ്ടുണ്ട്. നമുക്ക് എന്തായാലും സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമുക്കിനി മറ്റൊരു സ്റ്റോറിയിലേക്ക് പോകേണ്ടത് മദിരാശിയുടെ ഭാഗമായി 1ാം ലോക്സഭ മുതൽ ഉണ്ടായിരുന്ന ഒരു മണ്ഡലത്തെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. മണ്ഡല പരിചയം. ഐക്യ കേരളം ഉണ്ടാകുന്ന 1ാം ലോക്സഭ മുതൽ അതേ പേരിൽ തന്നെ നിലനിൽക്കുന്ന മണ്ഡലത്തിലേക്കാണ് ഇനി നമ്മുടെ യാത്ര. ട്രിവാൻഡ്രം തിരുവനന്തപുരവും കൊയിലോൺ കൊല്ലവും തൃശ്ശൂർ തൃശ്ശൂരുമായപ്പോഴും മലപ്പുറമായി തന്നെ നിലനിന്നു. 1952 മുതൽ മുസ്ലിം ലീഗ് മാത്രം ജയിച്ചു വന്ന മണ്ഡലത്തിൽ 2004 ടി.കെ. ഹംസ അട്ടിമറി വിജയം നേടി. ഇപ്പോൾ മണ്ഡലത്തിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളും ലീഗിനൊപ്പമാണെന്ന കാര്യം നമ്മൾ മറന്നുകൂടാ. ഉരുക്കുകോട്ട എന്ന് വെറും ഭംഗിവാക്ക് പറയുകയല്ല, മറിച്ച് ഇതാണ് യഥാർത്ഥത്തിൽ ഉരുക്കുകോട്ട. മുസ്ലിം ലീഗിന് അത്രയേറെ ആധിപത്യമുള്ള മണ്ണ് മലപ്പുറം. ൽ ടി.കെ. ഹംസ അട്ടിമറി വിജയം നേടിയതൊഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ മറ്റൊന്നും മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന് ആശ്വസിക്കാനില്ല. പിന്നീട് ഇങ്ങോട്ടുള്ള കാലം അത്രയും മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികളാണ് ലോക്സഭയിൽ എത്തിയിട്ടുള്ളത്. കൊണ്ടോട്ടി, മഞ്ചേരി, പെരിന്തൽമണ്ണ, മങ്കട, മലപ്പുറം, വേങ്ങര, വള്ളിക്കുന്ന് എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് മലപ്പുറം ലോക്സഭാ മണ്ഡലം. നിലവിൽ ഈ 7 മണ്ഡലങ്ങളിലും ലീഗിന്റെ MLA-മാരാണ്. പെരിന്തൽമണ്ണയും മങ്കടയും ഒഴികെയുള്ള മണ്ഡലങ്ങളിൽ ലീഗിന് വ്യക്തമായ ആധിപത്യവുമുണ്ട്. 2019 പൊതു തെരഞ്ഞെടുപ്പിൽ 7 നിയമസഭാ മണ്ഡലങ്ങളിലും PK കുഞ്ഞാലിക്കുട്ടി വലിയ ഭൂരിപക്ഷം നേടിയാണ് ലോക്സഭയിലെത്തിയത്. VP സാനുവിനേക്കാൾ 2,60,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് അന്ന് മലപ്പുറം കുഞ്ഞാലിക്കുട്ടിക്ക് നൽകിയത്. കന്നി വോട്ടേഴ്സിന്റെ മീറ്റ് വരുന്നുണ്ട്. സ്ത്രീകളുടെ, കൃഷിക്കാരുടെ, അങ്ങനെ വ്യത്യസ്ത മേഖലയിൽപ്പെട്ട ആളുകളുടെ മീറ്റിംഗ് നടക്കുക, കാൻഡിഡേറ്റ് പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ അതിപ്പോൾ ആ പരിപാടി ഇതേമാതിരി ഒരു 7 ദിവസം നീണ്ടു. ഇതെല്ലാം തീരുമാനിച്ച അന്ന് നമ്മളെ ഇലക്ഷൻ്റെ ടൈം എപ്പോഴാണ് വരാൻ. അപ്പം ഇന്ന് വരികയാണെങ്കിൽ അതിനനുസരിച്ച് ഇപ്പോൾ പെട്ടെന്ന് വരികയാണെങ്കിൽ സ്ഥാനാർത്ഥി പര്യടനം അടക്കമുള്ളത് എന്ത് ചെയ്യും, നോമ്പിൽ തന്നെ വേണ്ടി വന്നാൽ അതും ചെയ്യും. വളരെ നല്ല നിലയിൽ പോകുന്നു, ആളുകൾ വളരെ സജീവമായിട്ട് സഹകരിക്കുന്നു. 2021 ഉപതെരഞ്ഞെടുപ്പിൽ MP അബ്ദുസ്സമദ് സമദാനിയിലൂടെ മണ്ഡലം നിലനിർത്തി. 1,14,000 ഭൂരിപക്ഷം കുറയ്ക്കാനായി എന്നതാണ് ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ ആശ്വാസം. വലിയ ആവേശമാണ്, വലിയ പ്രതീക്ഷയാണ് ഈ നാട് നൽകുന്നത്. നമ്മുടെ നാട് തീർച്ചയായിട്ടും ഒരു ഇടതുപക്ഷത്തെ സ്വീകരിക്കാൻ, ഇടതുപക്ഷത്തിൻ്റെ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലക്ക് എന്നെ സ്വീകരിക്കുന്നു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. E.T. മുഹമ്മദ് ബഷീർ സ്വന്തം മണ്ഡലത്തിലേക്ക് തിരിച്ചെത്തുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത. അതിനാൽ അണികൾക്കിടയിൽ വലിയ ആവേശമാണ്. പുതിയ തലമുറയിലെ പടക്കുതിരയെ കളത്തിലിറക്കിയാണ് ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കാലിക്കറ്റ് സർവകലാശാല മുൻ VC ആയിരുന്ന ഡോക്ടർ അബ്ദുൽ സലാമാണ് BJPക്ക് വേണ്ടി കളം നിറയുന്നത്. സമസ്ത, EK, AP വിഭാഗങ്ങളുടെയും മുജാഹിദ് വിഭാഗത്തിന്റെയും തീരുമാനങ്ങൾ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും. മുസ്ലിം സംഘടനകളുമായി രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള ബന്ധങ്ങളും പ്രശ്നങ്ങളും ഇവിടെ നിർണായകമാണ്. വെൽഫെയർ പാർട്ടി, SDPI, PDP പോലുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കും മണ്ഡലത്തിൽ സ്വാധീനമുണ്ട്. പൗരത്വ ഭേദഗതി നിയമം, ഹജ്ജ് യാത്രാ നിരക്ക്, പ്രവാസികളുടെ വിവിധ വിഷയങ്ങൾ എന്നിവയെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്ത് പ്രധാന ചർച്ചാ വിഷയമാണ്. അതോടൊപ്പം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കെടുകാര്യസ്ഥത, ജില്ലയിലെ വികസന മുരടിപ്പ് എന്നിവയെല്ലാം മുന്നണികൾ പ്രധാന ചർച്ചാ വിഷയമാക്കും. ക്യാമറമാൻ മുഹമ്മദ് അർഷാഖിനൊപ്പം ഷഹദ് റഹ്മാൻ, 24 മലപ്പുറം. വിജയകുമാർ, ഈ തെരഞ്ഞെടുപ്പ് രംഗം നന്നായിട്ട് ചൂടായോ? ഒരു പ്രതിസന്ധി ഉണ്ട്. അതായത് ഇപ്പൊ നമ്മൾ സ്വകാര്യമായി നമ്മൾ നേതാക്കന്മാരൊക്കെ സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ വിളിക്കുമ്പോൾ അവർ പറയുന്നത് 40 ദിവസം ഈ പ്രചാരണം കൊണ്ടുപോകണം. ഭയങ്കര വെയിലാണ്, കടുത്ത ചൂടാണ്, സാധ്യതകളോ അടഞ്ഞിട്ടുണ്ട്. അപ്പോ അതൊരു വലിയ ക്രൈസിസ് ആണ്. സാധാരണ 15-20 ദിവസമൊക്കെ പ്രചാരണം, ഡിമാൻഡ് കൂടിയിട്ടുണ്ട്. ആളുകൾ നേരിട്ട് കാണണം, അയാൾ വന്നില്ലല്ലോ എന്ന് പറയും. അപ്പോൾ ഈ വെയില്
പണച്ചെലവോ ഇത് വലിയ പാടാണ് സ്കെയിൻ ഈ 40 ദിവസം കൊണ്ടുപോകാന്ന് പറയുന്നത് രാഷ്ട്രീയ പാട് തന്നെ ആയിരിക്കും. വലിയ കഷ്ടമാണ് കാര്യം അല്ലേ? ഓക്കെ, നമുക്കൊക്കെ എന്തൊക്കെ പറഞ്ഞാലും സ്റ്റുഡിയോക്കുള്ളിൽ ഇരുന്നാൽ മതി. പുറത്തിറങ്ങുന്ന ആൾക്കാർ അതുപോലെയാണ്. നമ്മുടെ റിപ്പോർട്ടർ തീർച്ചയായിട്ടും പുറത്തുണ്ട്. നമ്മൾ ഇറങ്ങും, നമ്മൾ ഒന്നിച്ചൊക്കെ ഇറങ്ങാൻ തീരുമാനിച്ചിരിക്കുക. അപ്പൊ നിങ്ങളുടെ കൂടെ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ ഉണ്ടാകും അല്ലേ? ഓക്കെ, അപ്പൊ നമുക്കിനി എങ്ങോട്ടാ? അടുത്തത് നമ്മൾ മറ്റൊരു സെഗ്മെന്റിലേക്കാണ്. സ്കെയിൻ സ്ഥാനാർത്ഥികളുടെ വോട്ടുറപ്പിക്കാനുള്ള പെടാപ്പാടിലേക്കാണ്. ഇനി കാണാം മാന്യമഹാജനങ്ങളെ. തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തെ ഒരു കൗതുക കാഴ്ചയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. കൊല്ലത്ത് LDF സ്ഥാനാർത്ഥി ചലച്ചിത്ര താരം മുകേഷ് ആരോടൊക്കെ വോട്ട് ചോദിക്കും? എതിർപ്പാളയത്തിലെ പ്രധാനപ്പെട്ട വ്യക്തികളോട് നടത്തിയ വോട്ട് അഭ്യർത്ഥനയിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. ഒരു മുകേഷ് മാജിക് അല്ലേ? കഴിഞ്ഞ ദിവസം ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമത്തിലാണ് രസകരമായൊരു വോട്ട് തേടൽ നടന്നത്. നല്ല വികസനമൊക്കെ ചെയ്ത ആളാണ്. വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം. അതുകൊണ്ട് സ്ഥാനാർത്ഥി വോട്ട് ചെയ്യണം. ഞാൻ സ്ഥാനാർത്ഥിയാണ്. വോട്ട് ചോദിക്കുന്നത് കൊല്ലത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി M. മുകേഷ്. ആരോടാണ് മുകേഷ് വോട്ട് തേടിയതെന്നല്ലേ? UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രന്റെ ഭാര്യയോടും മകനോടുമായിരുന്നു മുകേഷിന്റെ വോട്ട് തേടൽ. നല്ല വികസനമൊക്കെ ചെയ്തയാളെന്ന് പറഞ്ഞായിരുന്നു മുകേഷിന്റെ അഭ്യർത്ഥന. ഇതോടെ കേട്ടവരെല്ലാം കൂട്ടച്ചിരിയായി. പ്രേമചന്ദ്രന്റെ ഭാര്യ തിരിച്ചും മുകേഷിനോട് വോട്ട് തേടി. ഇരവിപുരം MLA M. നൌഷാദ്, AICC അംഗം ബിന്ദു കൃഷ്ണ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. R. അരുൺരാജ്, 24 കൊല്ലം. എവിടുന്ന് കേട്ടതാ എന്ന് ചോദിച്ചാൽ കവലയിൽ നിന്ന് കേട്ടു എന്നാ പഴയ ആൾക്കാർ എപ്പോഴും പറയുക. കവലയിൽ പോയി നിന്ന് നമുക്ക് എന്തും അറിയാം, എന്തും കേൾക്കാം. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലത്ത് ചായക്കടയിലേക്ക് ഇരുന്നാൽ ഒരു ബോർഡും കൂടെ പ്രത്യക്ഷപ്പെടും, ഇവിടെ രാഷ്ട്രീയം പറയരുത്. മറ്റൊരു കലാപരിപാടി നടക്കുന്ന എപ്പോഴും കവല പ്രസംഗമാണ്. തെരഞ്ഞെടുപ്പ് വേദികളിലെ താരപ്രാസംഗികരിൽ മിന്നും താരമാണ് ഇടുക്കിക്കാരുടെ മണിയാശാൻ. സംശയമൊന്നുമില്ല അല്ലെ, അതിൽ തർക്കമില്ല. വൃത്തവും പ്രാസവും ഒപ്പിച്ചുള്ള പ്രസംഗം പലപ്പോഴും വിവാദവുമായിട്ടുണ്ട്. ഇടുക്കിയിലെ UDF സ്ഥാനാർത്ഥിയെ കണക്കിന് പരിഹസിച്ച് വേദിയിൽ കത്തിക്കയറുകയാണ് ഇത്തവണ മണിയാശാൻ. ഒന്ന് കണ്ടു നോക്കാം. മണി പോലെ വരും. അപ്പൊ അതുകൊണ്ട് വന്നാ പിന്നെ ഇപ്പം പ്രസംഗിക്കാൻ ക്ഷണിച്ചപ്പോ എന്തേലും പറയാതിരിക്കുന്നത് ശരിയല്ല. ആ 2016 ജോയിസ് ജോർജ് നടത്തിയ പ്രവർത്തനം, പ്രിയമുള്ളവരെ, പിന്നീട് ഈ കഴിഞ്ഞ 5 വർഷക്കാലം ഇപ്പോഴത്തെ നിലവിലുള്ള MP ഒരു ചെറു വിരൽ പോലും നമുക്ക് വേണ്ടി അനക്കിയിട്ടില്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പാർലമെന്റിൽ കാട്ടുമൃഗങ്ങളെ പറ്റിയോ ഇവിടുത്തെ പ്രശ്നങ്ങളെ പറ്റിയോ ഒരു അക്ഷരം ഉരിയാടാത്ത ആള് തെരഞ്ഞെടുപ്പെടുത്തപ്പം ഇവിടെ വന്ന് മൂന്നാറിൽ വന്ന് ഉണ്ണാവൃതം ഇരുന്നത് രാത്രി ചാപ്പാട് കടിച്ചോണ്ടാണെന്നുള്ള മർമറിങ് ഒക്കെ നടക്കുന്നുണ്ട്. അതെന്തെങ്കിലും ആയിക്കോട്ടെ. അദ്ദേഹം ചെയ്തൊരു പ്രവർത്തനമാണ്, സത്യമാണ്. ഞാൻ SP വിളിച്ച് പറഞ്ഞ്, കാട്ടോടും പറഞ്ഞ്, അങ്ങനാണ് പുള്ളി ഇവിടുന്ന് ഉണ്ണാവൃതം നിർത്തിപ്പോയത്. പുള്ളി പറഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല, എന്നോട് പറഞ്ഞ വേറെ ആളാണ്. പ്രമുഖനായ ഇവിടുത്തെ കോൺഗ്രസിന്റെ നേതാവാണ്. പേര് ഞാൻ അദ്ദേഹത്തെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, അതൊരു മര്യാദക്കേടാകും. അതുകൊണ്ടാണ് സത്യമായ കാര്യം ഇത്. അതുകൊണ്ട് ഇങ്ങനെ ഉണ്ണാവൃതം ഇരിക്കുക എന്നിട്ട് ഈ ഒരു സാഹചര്യം സൃഷ്ടിക്കാതിരിക്കണമെങ്കിൽ നമുക്ക് നമ്മളോടൊപ്പം നിന്ന് എന്നും എക്കാലവും പൊരുതിയിട്ടുള്ള ജോയിസ് ജോർജിനെ കഴിഞ്ഞ തവണ ചിഹ്നത്തിലല്ല സ്വതന്ത്രനായിരുന്നെങ്കിൽ ഇത്തവണ ഇതാ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ ചിഹ്നം. അപ്പോ
മണിയാശന്റെ കത്തിക്കയറ്റം കണ്ടത്. മാത്രമല്ല മണിയാശൻ ഇങ്ങനെ പ്രസംഗിക്കാൻ ഇറങ്ങിയാൽ ആർക്കെങ്കിലും ഇട്ട് കൊടുക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പൊ ഡീൻ കുര്യാക്കോസിന്റെ നെഞ്ചു പടർന്ന കയറിയെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഡീൻ എന്ത് മറുപടി പറയും എന്നുള്ള കാര്യം നമ്മൾ അടുത്ത കവല പ്രസംഗത്തിൽ നമുക്ക് കാണാം. ഇനി നമുക്കൊരു ഇടവേള എടുക്കണം. ഇടവേള കഴിഞ്ഞു വരുമ്പോൾ രാഷ്ട്രീയ കേരളത്തിന്റെ അടിവേരുകൾ നമ്മൾ തേടി ചെല്ലും ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പീച്ചിയിലേക്ക് നടത്തിയൊരു യാത്രയുടെ പൊരുൾ തേടുന്ന ഒരു കലാപരിപാടി നമ്മൾ പ്രേക്ഷകർക്ക് മുമ്പിൽ അവതരിപ്പിക്കും. അപ്പോൾ സദാചാര പോലീസിന് വിധേയരായി ഒരു മന്ത്രിക്ക് സ്ഥാനം വരെ വിടേണ്ടി വന്ന ഒരു കലാപരിപാടിയാണ് പീച്ചി ഡാമിലേക്കുള്ള യാത്ര. അപ്പോൾ എന്തായാലും ആ യാത്രയുടെ വേരുകൾ തേടി നമ്മൾ പോകും. ഞങ്ങൾ ഇലക്ഷൻ സ്റ്റണ്ട് തുടരുന്നു. വിജയകുമാറിന്റെ കൈ ഇടിച്ചൊടിക്കരുതെന്ന് ആൾക്കാർ പറയുന്നുണ്ട്. വിജയകുമാർ ഇത്തവണ വോട്ട് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? പിന്നെ വോട്ട് ചെയ്യും. ഓക്കെ, വളരെ നല്ല കാര്യം. പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് ഞങ്ങൾ ഇത്തവണ വോട്ട് ചെയ്യുന്നില്ല, പ്രതിഷേധ സൂചകമായി ചിലപ്പോൾ ഈ ഓട തെളിച്ചില്ല, പല പല കാരണങ്ങൾ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും വോട്ടർമാർക്ക് ഒരുപാട് പ്രശ്നം ഉണ്ടാകും. പക്ഷേ വോട്ട് ചെയ്യാതെ ഇരിക്കരുത്. മാത്രമല്ല വോട്ട് തേടാൻ വരുന്നവരോട് ചോദിക്കണം, എഴുതി ഒപ്പിട്ട് തരണം, ഈ ഓട നേരെയാക്കുമോ ഇല്ലയോ എന്നുള്ളത് അല്ലേ? നമ്മളൊരു ഓടയായി മാറരുത്. നമ്മൾ 5 വർഷത്തിനിടയിൽ നമ്മൾ രാജാക്കന്മാരായിരിക്കും. അതെ, നമുക്ക് മാത്രമല്ല ഈ കല്യാണ ദിവസം ഈ ചെറുക്കനും പെണ്ണിന് സ്കോപ്പ് ഉണ്ടെന്ന് പറയുന്നത് ഒരൊറ്റ ദിവസമേ വോട്ടറിന് സ്കോപ്പുള്ളൂ. അത് തെരഞ്ഞെടുപ്പിന്റെ കാലത്താണ് അല്ലേ? നന്നായിട്ട് ഉപയോഗിച്ചോണം. വരുന്ന സമയത്ത് ആദ്യം മൈൻഡ് ചെയ്യുകയും ചെയ്യരുത് അല്ലേ? എന്നിട്ട് എന്തായി നമ്മുടെ ഓട? ഓക്കെ, വിജയകുമാർ നമ്മൾ ആ വേദിയിൽ തേടാൻ പോയി. സദാചാര പോലീസിംഗിന് വിധേയരായി ഒരു മന്ത്രിക്ക് സ്ഥാനമൊഴിയേണ്ടി വന്നത് രാജ്യത്ത് ആദ്യമായി കേരളത്തിലാണ്. പട്ടാപ്പകലുണ്ടായ ഒരു റോഡ് അപകടത്തിന്റെ പേരിൽ മന്ത്രി രാജിവെക്കേണ്ട വന്നതിന്റെ ആ സംഭവത്തിന്റെ വേരുകൾ തേടിയാണ് ഇനി നമ്മളുടെ യാത്ര. കാണാം വേരുകൾ. കുറച്ച് പ്രായമായ ആളുകൾക്കൊക്കെ ഈ പീച്ചിയിലേക്കുള്ള യാത്ര ഓർമ്മയുണ്ടാകും. കേരള നിയമസഭയിൽ ഒരു നിയമസഭാ അംഗത്തിന് ആദ്യമായി സമരം നടത്തിയ ഒരു കേസാണിത്. അത് 1964 ഒരു സഹോദരിയുമായിട്ട് ഔദ്യോഗിക വാഹനത്തിൽ യാത്ര ചെയ്ത ആഭ്യന്തരമന്ത്രിയായിരുന്ന PT ചാക്കോ രാജിവെക്കണം എന്നാവശ്യപ്പെട്ടായിരുന്നു സമരം. ഈ യാത്ര അത്ര സുഖകരമായ യാത്രയില്ലെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു വിവാദം കത്തിപ്പടർന്നത്. കോൺഗ്രസിൻ്റെ സുശക്തനായ നേതാവ് PT ചാക്കോയ്ക്കെതിരെ കോൺഗ്രസിൻ്റെ തന്നെ മാടായി MLA ആയ P ഗോപാലനാണ് ആ സമരം നടത്തിയ ചരിത്രത്തിലേക്ക് ചേക്കേറിയ സമരമായിരുന്നു അത്, പീച്ചി വിവാദം. അതെ, അതിന് തുടർച്ച കൂടിയുണ്ട്. രാഷ്ട്രപതി ബില്ല് തിരിച്ചയക്കുന്നത് ഇപ്പോൾ വലിയ വാർത്തയാണെങ്കിലും അന്ന് അതൊക്കെ ഉണ്ടായിരുന്നു. R ശങ്കറിന്റെ കോൺഗ്രസ് മന്ത്രിസഭ പാസാക്കിയ ഭൂപരിഷ്കരണ ഭേദഗതി ബിൽ രാഷ്ട്രപതി തിരിച്ചയച്ചു. അതിൽ മാറ്റങ്ങൾ വരുത്തി പുതിയ ബിൽ എഴുതാൻ ഒരാഴ്ചത്തേക്ക് പീച്ചിയിലെ ഇറിഗേഷൻ ഗസ്റ്റ് ഹൗസിലേക്ക് പോയ ആഭ്യന്തരമന്ത്രി PT ചാക്കോയ്ക്ക് രാജിവെക്കേണ്ടി വന്നു. അതിനു കാരണമായത് തൃശ്ശൂരിൽ നിന്നിറങ്ങുന്ന അന്തിപത്രത്തിലെ വാർത്തയും തുടർന്നുണ്ടായ കോലാഹലങ്ങളുമാണ്. ആ ചരിത്രത്തിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. കുറച്ച് മസാല കേസാ. അതെ. എങ്ങനെയായിരുന്നു പീച്ചിയിലേക്കുള്ള യാത്ര? ഔദ്യോഗിക വാഹനത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് ആഭ്യന്തര നിയമ റവന്യൂ മന്ത്രി PT ചാക്കോ ഡ്രൈവിംഗ് സീറ്റിൽ, ഒപ്പം ഗൺമാനും. ഡ്രൈവിംഗ് ഹരമായിരുന്ന PT ചാക്കോ ഡ്രൈവറെ ഒഴിവാക്കി. ആലുവയിൽ എന്ത് സംഭവിച്ചു? ആലുവയിൽ ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ നിന്ന് ഉച്ചഭക്ഷണം കഴിച്ചു. യാത്ര പുറപ്പെടുമ്പോൾ ബസ് സ്റ്റോപ്പിൽ കോൺഗ്രസിന്റെ വനിതാ നേതാവ് നിൽക്കുന്നു. PT ചാക്കോ വണ്ടി നിർത്തി ക്ഷണിച്ചു. അതിവേഗത്തിൽ വന്ന കാർ മന്ത്രി ഓടിച്ച വാഹനത്തിലിടിച്ചു. പരുക്കേറ്റ കാർ ഡ്രൈവറെ മന്ത്രി തന്നെ ആശുപത്രിയിലെത്തിച്ചു. വനിതാ നേതാവ് അവിടെ നിന്ന് അടുത്ത ബസ്സിൽ സ്വന്തം നാടായ തൃശൂർക്ക് പോയി. വിവാദം എന്തിന്? മന്ത്രി പീച്ചിയിൽ താമസിക്കുമ്പോൾ തൃശൂരിലെ അന്തിപത്രത്തിൽ വാർത്ത വന്നു. ആഭ്യന്തരമന്ത്രി ഒരു യുവതിയുമായി പോയ വാഹനമിടിച്ചു. യുവതിയെ മന്ത്രി ഒളിപ്പിച്ചു എന്നായിരുന്നു വാർത്ത. ആരായിരുന്നു യുവതി? അത് KPCC അംഗം പത്മ S മേനോനായിരുന്നുവെന്ന് R ബാലകൃഷ്ണപിള്ള ആത്മകഥയിൽ എഴുതുന്നു. ആലുവയിൽ മണ്ഡലയോഗത്തിൽ പ്രസംഗിച്ച ശേഷം തൃശൂരിലെ സ്വന്തം വീട്ടിലേക്ക് പോവുകയായിരുന്നു പത്മ S മേനോൻ. എന്തിന് മന്ത്രി രാജിവെച്ചു? കോൺഗ്രസ് നേതാവ് തന്നെയായ മാടായി MLA P ഗോപാലൻ തന്നെ സഭയ്ക്ക് മുന്നിൽ നിരാഹാരം തുടങ്ങി. AICC നേതൃത്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടെന്ന് മുഖ്യമന്ത്രി R ശങ്കർ അറിയിച്ചു. PT ചാക്കോ അപ്പോൾ തന്നെ ഡൽഹിക്ക് പോയി. മടങ്ങി കൊച്ചിയിൽ വന്ന് വാർത്താസമ്മേളനം. മുഖ്യമന്ത്രി R ശങ്കർ കള്ളം പറഞ്ഞെന്നും സംഭവം കോൺഗ്രസ് നേതൃത്വം അറിഞ്ഞിട്ട് പോലും ഇല്ല എന്നുമായിരുന്നു വെളിപ്പെടുത്തൽ. തൊട്ടുപിന്നാലെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനം. ആഭ്യന്തരമന്ത്രിയിൽ വിശ്വാസം നഷ്ടപ്പെട്ടു, രാജിവെക്കണം. ഇതോടെ PT ചാക്കോ രാജിവെച്ചു. പിന്നെ PT ചാക്കോയ്ക്ക് എന്ത് സംഭവിച്ചു? മന്ത്രിസ്ഥാനം പോയതിനു പിന്നാലെ KPCC അധ്യക്ഷ തെരഞ്ഞെടുപ്പ്. അതിൽ PT ചാക്കോ KP മാധവൻ നായരോട് തോറ്റു. പിന്നാലെ വക്കീൽ ജോലി പുനരാരംഭിച്ച ചാക്കോ കോഴിക്കോട് ഒരു കേസിനുള്ള യാത്രയിൽ ഹൃദയാഘാതത്തെ തുടർന്ന് അന്തരിച്ചു. അന്ന് പീച്ചിയിലേക്ക് പോയ അതേ വഴിയിലായിരുന്നു യാത്ര. അതായത് അദ്ദേഹത്തിൻ്റെ കാറിൽ പുരുഷവേഷം ധരിച്ച ഒരു സ്ത്രീയുമായിട്ട് അദ്ദേഹം യാത്ര ചെയ്തു.
ലൂർദ് പള്ളിക്ക് സമീപം വെച്ച് ആ കാറ് ഏതോ ഉന്തുവണ്ടിയിലോ മറ്റേതോ ഒരു വാഹനത്തിൽ തട്ടുന്നു. അതിനുശേഷം ആ പ്രശ്നത്തിൻ്റെ പേരിൽ വണ്ടി അവിടെ ആളുകൾ കൂടുന്നു, വണ്ടി തടയുന്നു. പിന്നീട് ഈ പുരുഷവേഷം ധരിച്ച സ്ത്രീ ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങേണ്ടി വരുന്നു. അവരാരാണെന്ന് തിരിച്ചറിയുന്നു. അങ്ങനെ ആ കാലത്ത് അതൊരു വലിയ രാഷ്ട്രീയ, ഒരുപക്ഷെ കേരള ചരിത്രത്തിലെ ആദ്യത്തെ സ്കാൻഡൽ, അതായത് ഒരു സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ട് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായ ഏറ്റവും ആദ്യത്തേതും എന്നാൽ ഏറ്റവും ശക്തമായിട്ടുള്ളൊരു സ്കാൻഡൽ എന്ന് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം. ഒരുപക്ഷെ ഏറ്റവും കരുത്തനായ പി.ടി. ചക്കയുടെ രാഷ്ട്രീയ ജീവിതത്തിന് അന്ത്യം സൃഷ്ടിച്ച, ഒരുപക്ഷെ കേരള കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം രൂപപ്പെടാൻ കാരണമായ, കേരള രാഷ്ട്രീയം മാറ്റിമറിച്ച സംഭവം ഞാൻ വിശേഷിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. രാഷ്ട്രീയത്തിൽ എന്തു ചലനമുണ്ടായി? പി.ടി. ചാക്കോയെ പിന്തുണച്ചിരുന്നവർ ആർ ശങ്കറിന് പിന്തുണ പിൻവലിച്ചു. കെ.എം. ജോർജിന്റെയും ആർ ബാലകൃഷ്ണപിള്ളയുടെയും നേതൃത്വത്തിൽ അവർ റാലിയായി കോട്ടയത്തെത്തി കേരള കോൺഗ്രസ് രൂപീകരിച്ചു. ക്രൈസ്തവ സഭയും മന്നത്ത് പത്മനാഭനും പിന്തുണച്ചത് പുതിയ കേരള കോൺഗ്രസിനെ ആയിരുന്നു. ഇലക്ഷൻ ഡെസ്ക് 24. പുതിയ തലമുറയ്ക്ക് ചിലപ്പോൾ ഈ പി.ടി. ചാക്കോ വിവാദവും ബീച്ചിലേക്കുള്ള യാത്രയൊന്നും പരിചയം കാണില്ല. പക്ഷേ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അത് എക്കാലത്തും രേഖപ്പെടുത്തി വെക്കും. ആ വിവാദവും കേരള കോൺഗ്രസിന്റെ പിറവിലേക്ക് നയിച്ചതും ഒരുപക്ഷെ ഈ യാത്ര തന്നെയാണല്ലോ. മാത്രമല്ല വിജയകുമാർ, അന്നൊക്കെ രാജിവെക്കണം എന്ന് ആഗ്രഹിച്ചാല് മുഖ്യമന്ത്രി ആഗ്രഹിച്ച രാജിവെക്കുന്ന ആൾക്കാരായിരുന്നു. ഇന്ന് എങ്ങനെയും അള്ളി പിടിച്ച് കിടക്കും അല്ലേ? പക്ഷേ കേരള രാഷ്ട്രീയത്തിന് ഒരു പൊതു സ്വഭാവമുണ്ട്, ഒരു പാറ്റേൺ ഉണ്ട്. ഇത്തരം സംഭവങ്ങളൊക്കെ ഇവിടെ വലിയ ചർച്ചയാവുകയും അതിന്റെ അടിസ്ഥാനത്തിൽ വിവാദങ്ങൾ ഉണ്ടാവുകയും ഒരുപക്ഷെ പണി പോവുകയും ചെയ്യും എന്നത് ഒരു വ്യക്തി സംഭാഷണത്തിൽ മലയാറ്റൂർ രാമകൃഷ്ണൻ എന്നോടൊരു ചോദ്യം ചോദിച്ചു ഇക്കാര്യത്തിൽ. അതായത് ഒരു രാഷ്ട്രീയ പ്രവർത്തകർ ഒരു സാധാരണ മനുഷ്യനാണ്, അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിലെ സദാചാരം ഒക്കെ തന്നെ നിങ്ങളെന്തിനാ രാഷ്ട്രീയ കാര്യത്തിൽ ഇടകലർത്തുന്നതാണെന്ന് അത് ചോദിച്ചു. വ്യക്തിയായിട്ട് തുടരുക, സദാചാരം വേറെ വഴിക്ക് വിടണം അദ്ദേഹം പറയുന്നു. പക്ഷേ അതാണ് ആ വ്യക്തിയാണെങ്കിലും അദ്ദേഹത്തിന്റെ ജീവിതം പൊതു സമൂഹത്തിന്റെ ഭാഗമായതുകൊണ്ട് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്ന പൊതുപ്രവർത്തകർക്ക് ഒരു പ്രത്യേക ജാഗ്രതയും ഒരുപാട് ജാഗ്രത വേണം. കാരണം ഈ പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഈ സോഷ്യൽ മീഡിയ കൂടി ഉള്ളതുകൊണ്ട് വയറാവള്ളിയും ബൾബുമായിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ കൂടെ കാണും. നിങ്ങൾ ചിലപ്പോൾ ഒരൊറ്റ വാർത്തയിൽ നിങ്ങളുടെ രാഷ്ട്രീയ ജീവൻ തീരും. 40 കൊല്ലം കൊണ്ട് കെട്ടിപ്പൊക്കിയതൊക്കെ 4 മിനിറ്റ് കൊണ്ട് തറയിൽ വീണു എന്ന് വരും. അതുകൊണ്ട് ബി ജാഗ്രതയും. എന്തായാലും വിജയകുമാർ അത് പൊളിച്ചു. അപ്പോൾ ഇനി അത് പൊളിച്ചു പൊളിക്കും നമ്മള്. അങ്ങനെ വാശിയേറിയ പോരാട്ടം നടക്കുന്ന കോട്ടയം മണ്ഡലത്തിൽ നിന്നുള്ള ഒരൊറ്റയാൾ പോരാളിയുടെ കഥയാണ് ഇനി. പാലാ സ്വദേശിയായ സന്തോഷ് പുളിക്കനാണ് ആ ഒറ്റയാൻ സ്ഥാനാർത്ഥി. അതേ ഒരു മഹാമനസ്കനാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് പോസ്റ്റർ ഒട്ടിക്കുന്ന അടക്കം എല്ലാ പ്രചാരണ പരിപാടികളും സ്ഥാനാർത്ഥി ഒറ്റയ്ക്ക് ചെയ്യുന്നു. എന്താ അദ്ദേഹത്തിന്റെ ഒരു കോൺട്രിബ്യൂഷനും ആത്മവിശ്വാസവും. കഴിഞ്ഞ ദിവസം പാലായിലൂടെ പോകുമ്പോഴാണ് ഒരു പോസ്റ്റർ ശ്രദ്ധയിൽപ്പെട്ടത്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടുള്ള സന്തോഷ് പുളിക്കനെ വിജയിപ്പിക്കുക എന്നായിരുന്നു ആ പോസ്റ്റർ. അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് ആള് ചില്ലറക്കാരനല്ലെന്ന്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മുതൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരെ ഒറ്റയ്ക്ക് മത്സരിച്ചിട്ടുണ്ട് ഈ കക്ഷി. അപ്പോൾ നമ്മൾ തേടി നടന്ന ആ സ്ഥാനാർത്ഥിയെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും എന്നോടൊപ്പം ഇപ്പോൾ സന്തോഷുണ്ട്. നമുക്ക് സന്തോഷിനോട് തന്നെ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ ചോദിക്കാം. സന്തോഷം, ഇത് എത്രാമത്തെ തവണയാണ് മത്സരിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇലക്ഷൻ്റെത് ചെറുതും വലുതുമായിട്ട് ഇലക്ഷൻ കണക്ക് കൂട്ടിയ മൊത്തം 5ാമത്തെ ഇലക്ഷനാണ്. അതിൽ മെയിൻ ഇലക്ഷൻസ് ഇത് 3ാമത്തെയാണ്. അതിൽ ആദ്യമായിട്ട് ഞാൻ മത്സരിക്കുന്നത് പാലാ മുനിസിപ്പാലിറ്റി 1ാം വാർഡിൽ 2020 ആർ ജെ ഡി എന്ന് പറഞ്ഞ നാഷണൽ പൊളിറ്റിക്കൽ സംഘടനയുടെ തന്നെ റാന്തൽ വിളക്ക് ആദ്യമായി കോട്ടയം ജില്ലയിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് ഞാൻ കന്നി അംഗം കുറിക്കുന്നത്. ഇനിയിപ്പോൾ വീണ്ടും അതൊരു MP കാൻഡിഡേറ്റ് എന്നുള്ളൊരിത്, അതായത് ഇതും ഞാനൊരു ചലഞ്ചായി ഏറ്റുകൊണ്ട് ഒറ്റയാൾ പോരാട്ടത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇതും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് തന്നെയാണ് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നത്. ഒരുപാട് മത്സരിച്ചിട്ടുണ്ടല്ലോ, അപ്പം ഈ വോട്ട് കിട്ടുന്നതാണോ അതോ മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടോ ഇതിന്? പട്ടിണി പാവങ്ങളുടെ സാധാരണക്കാർക്കും നീതി നടപ്പാക്കി കൊടുക്കുന്നതിന് വേണ്ടി അവരുടെ ഇടയിൽ നിന്ന് തന്നെ അവരുടെ ഒരാളായി, ഇപ്പൊ ഞാൻ ഈ ഓട്ടോറിക്ഷ ഓടിക്കുന്നു, അപ്പൊ അവരുടെ ഒരാളായിട്ട് നിയമസഭയിലോ പാർലമെന്റിലോ എത്തിയാൽ എനിക്ക് അധികാരം കിട്ടിയെങ്കിൽ മാത്രമേ ഉള്ളൂ എനിക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. എല്ലാം സ്വന്തമായിട്ട് ഒറ്റയ്ക്കാണോ ഈ പ്രചരണ രംഗത്ത്? തീർച്ചയായിട്ടും ഞാനത്, എനിക്ക് ആരുടെയും സഹായം ആവശ്യമില്ല. സാധാരണക്കാർക്ക് വേണ്ടിയാണ് മത്സരിക്കുന്നത്. ഞാൻ ജനങ്ങൾക്ക് വേണ്ടിയാണ്. കാരണം എന്റെ ലക്ഷ്യം ജനങ്ങളുടെ പ്രതിനിധിയായി നിയമസഭയിലോ പാർലമെന്റിലോ എത്തിയ ജനങ്ങളുടെ ദാസനായി നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ
ഒരുപാട് സോഷ്യൽ പ്രവർത്തനങ്ങൾ, സാമൂഹികമായിട്ടുള്ള അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. തീർച്ചയായിട്ടും ഞാനത് പക്ഷേ ഒരുപാട് പ്രവർത്തനങ്ങൾ പറഞ്ഞാൽ ഞാനൊരു 1000കണക്കിന് പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. പക്ഷെ അതിലൊന്നും ഇന്ന് വരെ ആദ്യമായിട്ട് എനിക്കിത് ഇന്നാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്ക് ഒരു അവാർഡ് കിട്ടുന്ന ഇന്നാണ്. എന്നൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ 14 ഒറ്റയാൾ സമരങ്ങളോളം നടത്തിയിട്ടുണ്ട്. അതായത് പാലാ ബൈപ്പാസിന് വേണ്ടി 3 ഒറ്റയാൾ സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിന്റെ അറസ്റ്റ് വരെ വരിച്ചിട്ടുണ്ട്. പിന്നെ ക്രാഷ് കാരിയർ സമരം, ചെളിവെള്ളക്കെട്ട് സമരം, മുട്ടുകുത്തി സമരം. എന്റെ സമരങ്ങൾക്കെല്ലാം ഇന്ന് ചെയ്യുന്ന സമരമായിരിക്കില്ല നാളെ ചെയ്യുന്നത്. എല്ലാം വ്യത്യസ്തതയോടുകൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. എന്തായാലും വിജയിക്കുന്ന പ്രതീക്ഷയുണ്ട്. വിജയിക്കുമെന്ന് പറഞ്ഞാൽ അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. അപ്പൊ ഇതൊക്കെയാണ് ഒറ്റയാൾ പോരാട്ടം നടത്തുന്ന സന്തോഷ് പുളിക്കലിന്റെ വിശേഷങ്ങൾ. എന്തായാലും ഇത്തവണയെങ്കിലും ജനങ്ങൾ തന്നെ പിന്തുണയ്ക്കുമെന്ന പ്രതീക്ഷയിലാണ് സന്തോഷ് ഈ യാത്ര തുടരുന്നത്. കോട്ടയത്ത് നിന്ന് ക്യാമറ പേഴ്സൺ ഷിബിൻ ബഷീറിനൊപ്പം ടോബി ജോൺസൺ, 24. വിജയകുമാർ, നമ്മുടെ പി ചന്ദ്രൻ, നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്, അദ്ദേഹം പറയുന്നത് വിജയനൊന്ന് ഉഷാറായിട്ടുണ്ട്, നഗര പച്ച പിടിച്ചു വരുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. എന്തായാലും പിന്നെ മിനി ബാബു അവർക്കൊരു സംശയം, നമ്മുടെ സ്ഥിരം പ്രേക്ഷക, അതും നാളെ മുതൽ രാത്രി 7 മണിക്ക് ഫ്ലവേഴ്സിൽ നമ്മുടെ പുതിയ സീരീസ് തുടങ്ങുകയാണല്ലോ, സിറ്റ്കോം. അപ്പോ ഹോം എന്നാ അതിന്റെ പേര്, വിജയകുമാർ അറിഞ്ഞല്ലോ. അപ്പൊ ഹോം തുടങ്ങുമ്പോൾ ഫാം ആണല്ലോ ഇവിടെ. അപ്പൊ രണ്ടിടത്തും കുറച്ച് കോമഡി ഉണ്ടല്ലോ. ഏത് കാണും, ഏത് വേണമെങ്കിലും കാണാം അല്ലേ? യു ആർ മോസ്റ്റ് വെൽക്കം, ഒരു പ്രശ്നവുമില്ല. ഇപ്പോ നമ്മള് നേരത്തെ കണ്ട ഒരു ഒറ്റയാൻ പോരാട്ടം നടത്തുന്ന ആളിനെ കണ്ടല്ലോ, അതെ. ഈ എസ്കൻ ഇത്തരക്കാരെ തള്ളിക്കളയാൻ കഴിയില്ല. ഇന്ത്യയിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് 1952 നടക്കുമ്പോൾ മുംബൈ നോർത്തില് ഡോക്ടർ BR അംബേദ്കർ എന്ന് പറയുന്ന അംബേദ്കറിനെ തോൽപ്പിച്ച ഒരു സ്വതന്ത്രനായിരുന്നു. അല്ല, ഒരു സ്വതന്ത്രനാണ് തോൽപ്പിച്ചത്. അദ്ദേഹം കോൺഗ്രസ് സ്വതന്ത്രനായാണ് മത്സരിച്ചത്. പക്ഷേ അംബേദ്കറിന്റെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ഒരാളായിരുന്നു, ഒരു സോഷ്യലിസ്റ്റ് ആയിരുന്നു അദ്ദേഹം. 15,000 വോട്ടിന് സാക്ഷാൽ അംബേദ്കറെ അവിടെ തോൽപ്പിച്ചു. ആരെയും തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ്. മാത്രമല്ല എനിക്കൊന്ന് ഈ സാധാരണ ഒരുപാട് ചെലവ് ഇലക്ഷൻ ഉണ്ടാവും, അത് ചിലത് പോസ്റ്റ് ഒട്ടിക്കാനും ഒക്കെ ആണല്ലോ, അതൊക്കെ സ്വന്തമായിട്ട് ഒട്ടിച്ച് നല്ല കോസ്റ്റ് കൺട്രോൾ ഉണ്ട്. ചെലവ് ചുരുക്കൽ പദ്ധതിയുടെ വോട്ടർമാരങ്ങ് തീരുമാനിച്ചാല് എന്തും നടക്കുമല്ലോ. മാത്രമല്ല വോട്ടറിന്റെ കയ്യിരിക്കുക മാന്ത്രിക വടി, എടുത്ത് ചുഴറ്റിയാൽ അടിതെറ്റി വീഴും. അപ്പോ ഇനി വോട്ടേഴ്സിന്റെ ശബ്ദം നാട് മുഴുവൻ കേൾപ്പിക്കുന്ന ഒരു സെഗ്മെന്റ് ആണ് മൈക്ക്. എക്കാലത്തും UDF-നൊപ്പം നിന്ന ചരിത്രമാണ് തിരുവനന്തപുരത്തിന്റെ തീരമേഖലയ്ക്ക്. എന്നാൽ ചിലപ്പോഴൊക്കെ വലിയ തിരമാലകളിൽപ്പെട്ട് കാലിടറി വരും കുറവല്ല. രാജ്യം ഉറ്റുനോക്കുന്ന വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യത്തോട് അടുക്കുന്നുവെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷെ കടലിന്റെ മക്കൾക്ക് വാഗ്ദാനം ചെയ്ത പല കാര്യങ്ങളും ഇപ്പോഴും കിട്ടിയിട്ടില്ല. കടൽ തീരം ഇല്ലാതാകുന്നതും പൂന്തുറയിൽ ഇനിയും നടപ്പാകാത്ത മിനി ഹാർബറും അടക്കം അനേകം വിഷയങ്ങൾ ബാക്കിയിടക്കുകയാണ്. ആരാകും തിരുവനന്തപുരത്ത് കപ്പലിറക്കുക? അതാണ് ഉയരുന്ന ഏറ്റവും വലിയ ചോദ്യം. ഇപ്പോൾ സൂര്യൻ അസ്തമിക്കാറായി. വള്ളങ്ങളിൽ വലയുമായി അവർ ഇറങ്ങാൻ തുടങ്ങുന്നു. നല്ല കാറ്റ് വീശുമെന്ന മുന്നറിയിപ്പുണ്ട്. ഇന്ന് ഭയങ്കര കാറ്റാണ്. 36 കിലോമീറ്റർ വേഗതയിൽ കാറ്റടിക്കുന്നതുകൊണ്ട് ഏകദേശം ഒരു 10% പോയുള്ളൂ വള്ളങ്ങൾ. ഡേഞ്ചറാണ്. എന്നിട്ട് അതിനെ അതിജീവിക്കാൻ വേണ്ടി കുറച്ച് വള്ളങ്ങൾ പോയിരിക്കും. ജീവിക്കണ്ടേ? ചിലർ ഐസുപെട്ടിയും ബാറ്ററിയും കന്നാസുമൊക്കെ തിരിച്ചു കയറ്റി. കാറ്റിന്റെ മുന്നറിയിപ്പുള്ളതാണ് പടിക്ക് പോകുന്നില്ല. ഞങ്ങൾ വിളിച്ച് ചോദിക്കുമ്പോൾ അവർ പറയും കാറ്റുള്ളത് ഇല്ലാത്തത്. ഉള്ളിലോട്ട് പോകുമ്പോൾ 32 സ്പീഡ് വരെ കാറ്റുണ്ടെന്ന് പറഞ്ഞു. തെക്ക് പുല്ലുവിള മുതൽ കണിയാപുരം വരെ നീണ്ടു കിടക്കുന്നതാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ തീരദേശ മേഖല. കാണെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന തീരം, കടൽക്ഷോഭം, എല്ലാത്തിനുമുപരി വിഴിഞ്ഞം തുറമുഖ വികസനം. ഇങ്ങനെ കടൽ പോലെ തന്നെ പ്രക്ഷുബ്ധമാണ് തിരുവനന്തപുരം മണ്ഡലത്തിലെ തീരദേശത്തിന്റെ മനസ്സ്. ആരെ പിന്തുണയ്ക്കുമെന്ന് ഒരു പിടിയും കൊടുക്കില്ല. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയും സമരങ്ങളും ഉണ്ടാക്കിയ അനിശ്ചിതത്വം ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. കോവളം, തിരുവനന്തപുരം വെസ്റ്റ് നിയമസഭാ മണ്ഡലങ്ങളിൽ ഉൾപ്പെടുന്ന തീരദേശം പൊതുവെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ UDF-നെ പിന്തുണയ്ക്കാറാണ് പതിവ്. പക്ഷേ ഇക്കുറി തീരക്കാറ്റ് തരൂരിനെ തുണയ്ക്കുമോ? ഞങ്ങൾക്കൊരു പ്രതീക്ഷയില്ല. ഒരുത്തനും വോട്ട് ചെയ്യണ്ട എന്നാണ് ഐഡിയ. കുറേ വർഷം കൊണ്ട് കുറച്ചുമാർ ജയിച്ച് അങ്ങോട്ട് അവരുടെ ആവശ്യത്തിന് പോവില്ലേ. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു താല്പര്യം ഇല്ല. ഇവിടെ ആര് നമ്മളെ തിരിഞ്ഞു നോക്കാൻ ആൾക്കാരിരിക്കുന്നു. ഇപ്പോൾ ജനങ്ങൾ ഏകദേശം പേര് 80% പേര് അത് UDF അനുകൂലമായിട്ടേ ചെയ്യത്തുള്ളൂ. അത് പുള്ളി ശശി തരൂരിന് വേണ്ടിയല്ല ഞങ്ങൾ ചെയ്യണത്.
അത് കേന്ദ്രീയ രാഹുൽ ഗാന്ധി നയിക്കുന്ന ആ പാർട്ടി എന്നുള്ള നിലയ്ക്കാണ് ഒട്ടുമിക്ക ആൾക്കാരും മനസ്സിൽ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് 3 പ്രാവശ്യവും പുള്ളി ജയിച്ചു. നമ്മൾ കേന്ദ്രത്തെ ഉദ്ദേശിച്ചാണ് വോട്ട് ചെയ്തത്. പക്ഷേ ഈ കോസ്റ്റൽ ഏരിയയിൽ അതായത് ഞങ്ങളിപ്പോൾ പൂന്തറയാണ് സ്ഥലം. പക്ഷേ ഇവിടെ ഒന്നും പുള്ളി 1 രൂപയുടെ ഒരു വികസനം പോലും പുള്ളി ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ പ്രാവശ്യം ചിലപ്പോൾ ചില ആൾക്കാർ മാറ്റി ചിന്തിക്കുന്നുണ്ട്. BJP വോട്ട് ചെയ്യണമെന്ന് ചിന്തിക്കുന്നവരുണ്ട്, LDF വോട്ട് ചെയ്യണമെന്ന് ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ശശി തരൂരിൽ നിന്ന് വളരെ എല്ലാവരും ഒരു ബുദ്ധിമുട്ട് പറയുന്നുണ്ട് പുള്ളിക്ക് വേണ്ടി. കൃത്യമായ രാഷ്ട്രീയ സൂത്രവാക്യങ്ങളൊന്നും ഇവിടെ ബാധകമല്ലെന്നതാണ് ചരിത്രം. എത്ര കരുത്തനാണെങ്കിലും ചിലപ്പോൾ വിയർക്കും, ചിലപ്പോൾ നില തെറ്റും. UDFും BJPയും രാഷ്ട്രീയത്തോടൊപ്പം ഗ്ലാമർ താരമൂല്യത്തിന് മാർക്കിട്ട് മാറ്റുരയ്ക്കുമ്പോൾ താരപ്രഭയുടെ കമ്പോളത്തിൽ ജനകീയതയുടെ കട തുറക്കാനാണ് പന്യനിലൂടെ ഇടതുമുന്നണി ലക്ഷ്യമിടുന്നത്. 24 തിരുവനന്തപുരം. വിജയകുമാർ, ഞാൻ നമ്മുടെ ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ മൈക്ക് അനൗൺസ്മെന്റ് പോകുമായിരുന്നു. അപ്പൊ നമ്മൾ R ബാലകൃഷ്ണപിള്ള കുതിര അടയാളത്തിൽ വോട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ വലിയ രീതിയിൽ അനൗൺസ് ചെയ്ത് ഇങ്ങനെ പോകുന്ന സമയത്ത് എൻ്റെ ഒരു ഏറ്റവും വലിയ ഒരു ഓർമ്മയെന്ന് പറഞ്ഞാൽ എൻ്റെ ചേട്ടൻ്റെ വീടിൻ്റെ വരാന്തയിൽ നിന്ന് എൻ്റെ അമ്മ വിളിച്ചു വല്ലതും കഴിച്ചിട്ട് പോടാ. അപ്പം നമ്മൾ മൈക്കിൽ കൂടെ തന്നെ അവരോട് പറയുന്നത് കഴിക്കാൻ ഇപ്പം സമയമില്ല, നമുക്ക് കുതിര അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ കടന്നു പോകും. അപ്പം നമ്മൾ അത് മൈക്കിൽ കൂടെ പറയും, കാര്യം വിളിച്ചു പറയാൻ സമയമില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഒരു നല്ല ഓർമ്മയാണ്, തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും സുഖമുള്ള ഓർമ്മയാണ്. അപ്പോൾ ഇതുപോലെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങൾക്ക് ഓർമ്മിക്കാൻ ഒരുപാട് കാര്യമുണ്ടാകും. അത്ര ഓർമ്മകളുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ യൂട്യൂബിൽ രേഖപ്പെടുത്തുക. നമുക്കതൊക്കെ വായിച്ച് അല്ലേ നമുക്ക് എൻജോയ് ചെയ്യാം, ചിലതൊക്കെ പ്രേക്ഷകരെ കേൾപ്പിക്കുകയും ചെയ്യാം. ഓർമ്മകളായി വറക്കാം. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. ഞങ്ങളുടെ ഇലക്ഷൻ സ്റ്റണ്ട് നമ്മൾ തുടരുകയാണ്. വിജയകുമാർ, നമ്മൾ മുട്ടി കൈ ഒടിഞ്ഞു പോകും എന്നുള്ള ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ഒരു മുന്നറിയിപ്പ് ഷിബു നരേന്ദ്രൻ തന്നിരിക്കുന്നു കേട്ടോ. SK ഈ വോട്ടെണ്ണുന്ന ദിവസം, അതായത് ജൂൺ 4 തീയതി നിങ്ങൾ 3 പേരും തങ്ങളിൽ കിടന്ന അടി കൂടാതെ ഓരോരുത്തർക്ക് പറയാനുള്ളത് പറയാം, അടുത്തുള്ള പറയട്ടെ എന്നുള്ള രീതിയിൽ വളരെ സൗമ്യമായിട്ട് ശാന്തമായിട്ട് കാര്യങ്ങൾ നിർവഹിച്ചുകൂടെ എന്നാണ് വർക്കലയിൽ നിന്ന് ഷിബു നരേന്ദ്രൻ ചോദിക്കുന്നത്. നല്ല നിർദ്ദേശമാണ്. പക്ഷേ അല്ല, വർക്കല മഴ പെയ്യെന്നും പറഞ്ഞ് ഇവിടുന്ന് കുട പിടിക്കണോ നരേന്ദ്ര? അല്ലേ, അല്ല ഷിബുജി, നമുക്ക് ഒരുപാട് സമയമുണ്ടല്ലോ. നമുക്ക് അന്നേ അടി കൂടാതൊക്കെ നമുക്ക് കൃത്യമായിട്ട് പിറക്കി വെച്ചതുപോലെ കാര്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തും. അന്ന് നമ്മുടെ ഒരു ദിവസമല്ലേ, നമ്മളത് പൊളിക്കുമെന്നേ, ടെൻഷൻ വേണ്ട, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അപ്പൊ ഇനി എങ്ങോട്ടാ? നമ്മൾ കേരളത്തിന് പുറത്തെ തെരഞ്ഞെടുപ്പ് ഗോതകളിലേക്ക് കർണാടകയാണെന്നാണ് കർണാടക പിടിക്കാം അല്ലേ? ഓക്കെ, കാണാം സ്റ്റേറ്റ് സ്കാൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP പിന്തുണയ്ക്കുന്നതാണ് കർണാടകയുടെ സമീപകാല ചരിത്രം. 28 ലോക്സഭാ സീറ്റുകളുള്ള കർണാടകയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രൻ ഉൾപ്പെടെ 26 സീറ്റുകളിലാണ് NDA സഖ്യം വിജയിച്ചത്. എന്നാൽ ഇക്കുറി കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. സ്വന്തം കക്ഷിയിലെ പടലപിണക്കങ്ങൾക്ക് പുറമേ സഖ്യകക്ഷിയായ JDSും ഇടഞ്ഞു നിൽക്കുകയാണ്. BJPയുടെ മുതിർന്ന നേതാക്കളുടെ രാജിഭീഷണിയും കർണാടകയിൽ ഇതിനകം തന്നെ വലിയ രാഷ്ട്രീയ ചർച്ചയായി കഴിഞ്ഞു എന്നാണ് നമ്മുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. കോൺഗ്രസും BJPയും നേർക്കുനേർ ജനവിധി തേടുന്ന ദക്ഷിണേന്ത്യയിലെ സംസ്ഥാനമാണ് കർണാടക. കഴിഞ്ഞ 2 പതിറ്റാണ്ടിലധികമായി BJPയെ പിന്തുണയ്ക്കുകയാണ് കന്നഡിക വോട്ടർമാരുടെ രീതി. ഇത്തവണ അവർ BJPക്ക് ഒപ്പം തന്നെ നിൽക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. BJPക്കകത്ത് ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട്, NDAക്കകത്ത് പ്രശ്നങ്ങളുണ്ട്, JDS പോലുള്ള സീറ്റ് വിഭജന പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തായാലും BJPക്കുണ്ട്. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നപ്പോൾ തന്നെ തുടങ്ങിയ പ്രശ്നങ്ങളാണ്. മുതിർന്ന നേതാക്കളടക്കം വിട്ടുനിൽക്കുന്ന സാഹചര്യം കൂടിയുണ്ട് BJPക്ക്. എന്തായാലും കന്നഡിക വോട്ടർമാർ ഇത്തവണയും BJPയെ പിന്തുണയ്ക്കുമോ? കർണാടകയിൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ കോൺഗ്രസിനെ അധികാരത്തിലെത്തിച്ച വോട്ടർമാർ ഇത്തവണ മാറി ചിന്തിക്കുമോ എന്നതാണ് പ്രധാന ചോദ്യം. നിയമസഭയിലേക്ക് ആര് ജയിച്ചാലും ലോക്സഭയിലേക്ക് 2 പതിറ്റാണ്ടായി BJPയെ പിന്തുണയ്ക്കുന്നതാണ് ഇതുവരെയുള്ള ചരിത്രം. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതോടെ തന്നെ BJPയിൽ പ്രതിസന്ധി രൂക്ഷമായി. മുതിർന്ന നേതാക്കളായ KS ഈശ്വരപ്പയും ജഗദീഷ് ഷെട്ടാറും ഇടഞ്ഞു നിൽക്കുന്നു. മകൻ കാന്തേഷിന് ഹാവേരി സീറ്റ് നൽകണമെന്ന ആവശ്യം കേന്ദ്ര നേതൃത്വം നിരാകരിച്ചതോടെ ഇടഞ്ഞ KS ഈശ്വരപ്പ പാർട്ടി വിടുമെന്നാണ് സൂചന. മാത്രമല്ല
സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ശിവമോഗയിൽ മത്സരിച്ചേക്കും. BS യെദ്യൂരപ്പയുടെ മകൻ BY രാഘവേന്ദ്ര ജനവിധി തേടുന്ന മണ്ഡലമാണ് ശിവമോഗ. ചോദിച്ച സീറ്റ് ലഭിക്കാത്തതിനാൽ മുതിർന്ന നേതാവായ ജഗദീഷ് ഷെട്ടാറും ഇടഞ്ഞു നിൽക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് കോൺഗ്രസിൽ പോയി 2 മാസം മുൻപാണ് ഷെട്ടാർ തിരിച്ച് BJPയിലെത്തിയത്. പ്രബല വിഭാഗമായ ലിംഗായത്ത് വോട്ടുകൾ ലക്ഷ്യമിട്ടാണ് ജഗദീഷ് ഷെട്ടാറിനെ പാർട്ടിയിലെത്തിച്ചത്. ആഭ്യന്തര തർക്കം രൂക്ഷമായി തുടരുന്നതിനിടെ JDSന്റെ നിലപാടും BJPക്ക് തലവേദന സൃഷ്ടിക്കുന്നു. മാണ്ഡ്യ, ഹാസൻ, കോലാർ എന്നീ 3 സീറ്റുകൾ വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് JDS. എന്നാൽ മാണ്ഡ്യയിൽ സുമലതയെ തന്നെ മത്സരിപ്പിക്കാനാണ് BJP തീരുമാനം. ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ 25-ന് മാണ്ഡ്യയിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നാണ് കുമാരസ്വാമിയുടെ നിലപാട്. മികച്ച ഭൂരിപക്ഷത്തിൽ നിയമസഭയിലേക്ക് പറഞ്ഞയച്ച ജനങ്ങളിൽ വിശ്വാസമർപ്പിച്ച് തന്നെയാണ് കോൺഗ്രസ് ലോക്സഭയിലേക്കും മത്സരിക്കുന്നത്. ഒറ്റയ്ക്ക് മത്സരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇപ്പോഴും പ്രശ്നങ്ങൾ തുടരുന്നുണ്ട് കോൺഗ്രസിൽ. അതിനെയൊക്കെ മറികടന്ന് വളരെ വേഗത്തിൽ ജനങ്ങൾക്ക് മുമ്പിലേക്ക് എത്താനാണ് കോൺഗ്രസിന്റെ ശ്രമം. കഴിഞ്ഞ 1 വർഷം കൊണ്ട് സർക്കാർ നടപ്പിലാക്കിയ വികസന പദ്ധതികൾ തന്നെയാണ് കോൺഗ്രസ് ജനങ്ങൾക്ക് മുൻപിൽ വെക്കുന്നത്. NDAയുമായി കോൺഗ്രസ് നേരിട്ട് മത്സരിക്കുന്ന ദക്ഷിണേന്ത്യയിലെ സംസ്ഥാനമാണ് കർണാടക. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2 സീറ്റുകളിലാണ് കോൺഗ്രസിന് വിജയിക്കാനായത്. ഇത്തവണ 18 മുതൽ 20 സീറ്റുകളിൽ വരെ വിജയം ഉറപ്പെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ വാദം. 7 സ്ഥാനാർത്ഥികളെ മാത്രമാണ് ഇതുവരെ കോൺഗ്രസ് പ്രഖ്യാപിച്ചത്. ബാക്കിയുള്ള 21 മണ്ഡലങ്ങളിലേക്ക് ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ശിവമോഗയിൽ മുൻ മുഖ്യമന്ത്രി S ബംഗാരപ്പയുടെ മകളും നടൻ ശിവരാജ് കുമാറിന്റെ ഭാര്യയുമായ ഗീത ശിവരാജ് കുമാറിനെ ഇറക്കിയത് ഈ ജയസാധ്യത നോക്കിയാണ്. ലിംഗായത്ത്, വൊക്കലിഗ സാമുദായിക വോട്ടുകൾ ലക്ഷ്യം വയ്ക്കുന്ന കോൺഗ്രസിന് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇതെല്ലാം കൃത്യമായി നോക്കിയേ മതിയാകൂ. ദക്ഷിണേന്ത്യയിൽ BJP ഏറ്റവും പ്രതീക്ഷ വയ്ക്കുന്ന സംസ്ഥാനമാണ് കർണാടകം. പക്ഷേ ഇത്തവണ മോദി പ്രഭാവം കൊണ്ട് മാത്രം അവിടെ വിജയിച്ചു കയറാൻ സാധിക്കുമോ എന്നത് സംശയകരമാണ്. പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളും അതുപോലെ തന്നെ വികസന പ്രവർത്തനങ്ങളും തന്നെയാണ്. BJPയുടെ ഹിന്ദുത്വ കാർഡിൽ വീഴാതെ എപ്പോഴും ജനങ്ങൾക്കൊപ്പം തന്നെ ഉണ്ട് എന്ന ഉറച്ചു പറയുകയാണ് കോൺഗ്രസ് ഇവിടെ. അങ്ങനെ തന്നെയാണ് അവർ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതും. ശ്രീകാന്ത് ഗൗരിശപട്ടത്തിനൊപ്പം മനേഷ് മൂർത്തി, 24. വിജയകുമാർ, നമ്മുടെ റീന സതീശൻ നമ്മുടെ യൂട്യൂബിലൊക്കെ സ്ഥിരം പ്രത്യക്ഷപ്പെടുന്ന ആളാണ്. റീന സതീശൻ ചോദിക്കുന്നു, SK ആൻഡ് VK 24 ചാനൽ കണ്ടുകൊണ്ട് ചാനൽ ചർച്ചയ്ക്ക് പോകരുത്, അവരെ ചീത്ത വിളിക്കുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാരെ കുറിച്ച് പറഞ്ഞിട്ട് റീന ചോദിക്കുന്നു, അയാൾക്കുള്ള മറുപടി നമ്മൾ കൊടുക്കണോ അതോ നിങ്ങൾ കൊടുക്കൂ? നമ്മൾ രണ്ടുപേരും കൊടുക്കണ്ട, അവർക്കുള്ള മറുപടി കാലം കൊടുത്തു, അല്ലേ? അതൊന്നും ഒരു കാര്യമല്ല. നമ്മൾ അതിനൊന്നും മറിയിടാവേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലമാണ്. ഒരുപാട് അപവാദങ്ങളും ആരോപണങ്ങളും വിമർശനങ്ങളൊക്കെ വരും. നമുക്കൊറ്റ കാര്യമുള്ളൂ, റീന സതീശൻ, അതായത് സതീശനല്ലേ? റീന സതീശൻ തന്നെ. ഓക്കെ, പേര് തെറ്റരുതല്ലോ. അപ്പോൾ ഈ ആദ്യത്തെ പേര് പെശകൻ, രണ്ടാമത്തെ പേര് പെശക്കാൻ പാടില്ല, അപകടം ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇവിടെ ഒരു കോടതിയുണ്ട്, കോൺഷ്യൻസിന്റെ കോടതി, മനസാക്ഷിയുടെ കോടതി. അവിടെ നമ്മൾ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ഈ ആരോപണങ്ങളൊന്നും ഒരു പ്രശ്നമല്ല. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ സ്റ്റണ്ട് തുടരുന്നു, ഇലക്ഷൻ സ്റ്റണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം 7 മണിക്കാണ് ഇലക്ഷൻ സ്റ്റണ്ട്. മനോജ് ഒരു കാര്യം പറഞ്ഞു, SKന്റെ അനൗൺസ്മെന്റും അമ്മയുടെ വിളിയും ഒക്കെ പറഞ്ഞപ്പോൾ കുട്ടനാട്ടുകാരനായ എൻ്റെ ചെറുപ്പത്തിൽ കൊച്ചു വള്ളത്തിൽ മൈക്ക് കെട്ടി തോട്ടിലൂടെ അനൗൺസ് ചെയ്തു പോയ കാര്യം ഓർമ്മ വന്നു. അങ്ങനെ ഒരുപാട് ഓർമ്മകൾ നാട്ടുമ്പുറത്തൊക്കെ ജീവിച്ച ആളുകൾക്കുണ്ടാകും. കാര്യം അവരുടെ സ്വകാര്യ ജീവിതവും അവരുടെ രാഷ്ട്രീയ ജീവിതവും തമ്മിൽ വലിയ വ്യത്യാസമില്ല. ഒരു പ്രേക്ഷകൻ അറിയേണ്ട കാര്യമാണ് വിജയകുമാർ, നമ്മളൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടായിരുന്നു, അതൊക്കെ ഉണ്ടായിരുന്നു. ഈ പഠിക്കുന്ന കാലത്തൊക്കെ രാഷ്ട്രീയത്തിൽ ഇറങ്ങാത്ത ആൾക്കാരാരാണ്? പക്ഷേ നമ്മളെ ഈ ബ്രോഡ്കാസ്റ്റിംഗ് എന്ന പരിപാടിയിൽ നമ്മൾ കക്ഷി രാഷ്ട്രീയം ചേർക്കാറില്ല. രാഷ്ട്രീയം തീർച്ചയായും ചേർക്കും, കാര്യം അത് രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന കാര്യമാണ്. അപ്പോൾ വിജയകുമാർ, നമ്മൾ ഇനി അവസാനിപ്പിക്കാൻ സമയമാകുന്നു. കാര്യം ആഷ്മി താജ് ഇബ്രാഹിം ഇവിടെ മേക്കപ്പ് ചെയ്ത് തുടങ്ങി. അതെ, അപ്പോൾ ഇതൊരു വളരെ കൗതുകമുള്ള ഒരു സെഗ്മെന്റ് ആണ്. പ്രചാരണ രംഗത്ത് പൊടി പാറി തുടങ്ങി. സ്ഥാനാർത്ഥികൾ നേരിട്ടിറങ്ങിയതോടെ സോഷ്യൽ മീഡിയയും ആഘോഷത്തിമിർപ്പിലായി. പത്തനംതിട്ടയിൽ ഡോക്ടർ TM തോമസ് ഐസക്കിന്റെ പാട്ടും അനിൽ കെ ആന്റണിയുടെ ഡാൻസും വൈറലാണ്. അത് കണ്ടാലോ? ഡോക്ടർ തോമസ് ഐസക് അതും തുടങ്ങി. അത് ഞെട്ടും നമ്മൾ. തെരഞ്ഞെടുപ്പാണല്ലോ, അത് പൊളിക്കും. കാണാം. പാട്ടും മേളവും തുടങ്ങട്ടെ. നായകൻ ഐസക് ഇതാ, കാറ്റിൽ വെയിലിൽ ആവേശം, ഐസക് വിജയിക്കും. പത്തനംതിട്ടയ്ക്ക് നായകനാകാൻ ഐസക് സാറല്ലാതാരാണ്? പത്തനംതിട്ടയ്ക്ക് നായകനാകാൻ ഐസക് സാറല്ലാതാരാണ്? കുറച്ച് റാപ്പിലേക്ക് വളരാൻ തോന്നുന്നു, അല്ലേ?
കുറച്ചുകൂടെ കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നത് തെരഞ്ഞെടുപ്പ് രംഗം കുറച്ചുകൂടെ ചൂടാവുന്ന സമയത്ത് കുറച്ച് ഡാൻസും പാട്ടും ഒക്കെ കേൾക്കേണ്ടി വരും. പാട്ടും പാടി ജയിച്ച ചില ആളുകൾ അങ്ങ് പോവുകയും ചെയ്യും. അപ്പൊ വിജയകുമാർ, നമുക്ക് ഈ സ്റ്റണ്ട് ഒന്ന് നിർത്തിയാലോ? എന്തിനും ഒരു അവസാനം വേണമല്ലോ. ഇനി ഇലക്ഷൻ സ്റ്റണ്ടുമായി നാളെ രാത്രി 7 മണിക്ക് നമ്മളെത്തും.